മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വൈകുന്നേരം ഈ തിരുവനന്തപുരത്ത് നിന്ന് തെക്കോട്ട് കാഞ്ഞിരപ്പള്ളിയോ അങ്ങനെയുള്ള കുറേ സ്ഥലത്തേക്ക് കൗങ്ങിയങ്കോട്, നെല്ലിമൂട് തുടങ്ങിയ സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് പോവുകയുണ്ടായി. മുഴുവനും കൺവെർട്ടഡ് നാടാഴ്സാണ്. അവിടെ ഈഴവാഴ്സുണ്ട്. ശരിക്കും ഹിന്ദു ഈഴവരാണ്. അവർ പോലും പള്ളിയിൽ പോയിട്ട് കല്യാണം കഴിച്ചിട്ടാണ് പിന്നെ അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിക്കുന്നത്. ആദ്യം പള്ളിയിൽ പോയിട്ട് താലി കെട്ടിയിട്ട് അവിടെ രജിസ്റ്ററിൽ ക്രിസ്ത്യാനിയാണെന്ന് എഴുതും. യഥാർത്ഥത്തിൽ അവർ ഹിന്ദുക്കളാണ്. ഇത്രയും പ്രാകൃതവും വികൃതവുമായിട്ടുള്ള ആചാരങ്ങൾ ഭാരതത്തിൽ ഒരിടത്തും കാണില്ല. ഈ പാറശാല, ഊരമ്പ്, അമ്പൂരി, നെയ്യാറ്റിൻകര, ധനുവച്ചപുരം, ഇപ്പുറത്ത് കരകുളമല്ല വേറെ ഏതൊക്കെയോ സ്ഥലമുണ്ട്, നെല്ലിമൂട്, അങ്ങനെയുള്ള കൗങ്ങിയൻകോട്, അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം പള്ളിയിൽ പോയിട്ട് താലി കെട്ടിയിട്ടാണ് അവർ അമ്പലത്തിൽ പോയിട്ട് പിന്നെ വിവാഹം കഴിക്കുക. പിന്നെ പെൺകുട്ടി ക്രിസ്ത്യാനിയാണെങ്കിലും ആണ് ക്രിസ്ത്യാനി ആയിക്കോളും. ആണ് ക്രിസ്ത്യാനിയാണെങ്കിൽ പെണ്ണ് ഹിന്ദു ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്രിസ്ത്യാനി ആയിക്കോളും. ഇങ്ങനെ നാടാര് വിഭാഗത്തിൽപ്പെട്ട, ഈഴവ വിഭാഗത്തിൽപ്പെട്ട കുറേ വിഭാഗങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് SNDPയിലെ എല്ലാ പ്രമുഖ നേതാക്കളോടും, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഉള്ളവരോടും, തിരുവനന്തപുരത്തെ SNDP നേതാക്കന്മാരോടും പറയാനുള്ളത്, അവരുടെ സമുദായത്തിൽ, ഈഴവ സമുദായത്തിലും അതുപോലെ പുലയ മഹാസഭയിലുള്ളവർ എന്തിനായി പള്ളിയിൽ പോകുന്നത്? വെറുതെ പറ്റിക്കാനാണ്. ഞാൻ പ്രഭാഷണത്തിന് പോയത് ഒരു നാടാർമാരുടെ അമ്പലത്തിലാണ്. വളരെയധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചുപേരേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം അവിടെ ക്ലാസ് എടുത്തപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഇത്ര കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്ത് എന്തിനാ ക്ലാസ് എടുക്കാൻ വന്നതെന്ന്. പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ വളരെ അത്ഭുതം തോന്നി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി എപ്പോൾ വേണമെങ്കിലും ഞാൻ വരാം, എത്ര പേരേ ഉള്ളൂ എങ്കിലും ഞാൻ വന്നോളാം. അവർ പറയാണ്, തിരുവനന്തപുരം ജില്ലയിൽ 6.5 ലക്ഷം നാടാർമാരാ ഉള്ളത്. 6.5 ലക്ഷം നാടാർമാരിൽ 2 ലക്ഷത്തിൽ താഴെ നാടാർമാർ മാത്രമേ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ. ബാക്കി 4.5 ലക്ഷവും ഹിന്ദുക്കളാണ്. പക്ഷേ ക്രിസ്ത്യൻ നാടാർമാർ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, എല്ലാവരും ക്രിസ്ത്യാനികളായി കഴിഞ്ഞു, നാടാർമാരെല്ലാം ക്രിസ്ത്യാനികളായി കഴിഞ്ഞു, ഇങ്ങനെ പ്രചരിപ്പിച്ച് നാടാർ ക്രിസ്ത്യൻ, ഹിന്ദു ക്രിസ്ത്യൻ എന്ന 2 വിഭാഗം ഉണ്ടാക്കി. ഈ ഹിന്ദു ക്രിസ്ത്യൻസിന്റെ അടുത്ത് എന്നിട്ട് ക്രിസ്ത്യൻ നാടാർമാര് ഹിന്ദു നാടാർമാരുടെ അടുത്ത് എന്നിട്ട് ക്രിസ്ത്യൻ നാടാർമാർ പറയും, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം, എൻ്റെ മകന് തരണം, നിങ്ങളുടെ മകനെ എൻ്റെ മകൾക്ക് തരണം, പക്ഷെ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കണം, ക്രിസ്ത്യാനി ആവണം, നാടാർ ഹിന്ദു ആണുങ്ങളെ ഇനി കിട്ടാനില്ല, നാടാർ ഹിന്ദു പെണ്ണുങ്ങളെ കിട്ടാനില്ല, അതുകൊണ്ട് നിങ്ങൾ കൺവെർട്ട് ചെയ്തിട്ട് ക്രിസ്ത്യാനി ആവണം. ഇത് കുറേ ക്രിസ്ത്യൻ നാടാർമാർ വന്ന് ഹിന്ദു നാടാർമാരുടെ വീട്ടിൽ പറയും. അപ്പൊ ഈ ഹിന്ദു നാടാർമാർക്ക് ടെൻഷൻ വരാൻ തുടങ്ങും. എൻ്റെ മകൾക്ക് കറക്റ്റ് അലയൻസ് കിട്ടിയില്ലെങ്കിലോ, എൻ്റെ മകന് അലയൻസ് കിട്ടിയില്ലെങ്കിലോ അവരുടെ കല്യാണം നടക്കില്ലല്ലോ. പിന്നെ പള്ളിയിൽ നിന്ന് വന്ന് ഹിന്ദു നാടാർമാരുടെ വീട്ടിൽ വന്ന് പറയും, എൻ്റെ പള്ളിയിൽ വന്നിട്ട് നമുക്ക് കെട്ടിയാൽ മതിയല്ലോ, നിങ്ങൾ ഹിന്ദുക്കളായിട്ട് ജീവിച്ചോളൂ, എന്താ കുഴപ്പം, എന്തിനായി കല്യാണം വൈകിക്കുന്നേ? അവസാനം ഹിന്ദു നാടാർമാര് ക്രിസ്ത്യാനികളാവാൻ നിർബന്ധിതരായിട്ട് കുറെ കഴിയുമ്പോൾ ഇവരുടെ വീട്ടുകാരെയൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരും. പള്ളിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ സമൂഹത്തിൽ ബോയ്ക്കോട്ട് ചെയ്യും. ഇതൊന്നും പത്രമാധ്യമങ്ങളിൽ ഒന്നും വരണില്ല, ഒരു പക്ഷെ വരാനും പറ്റില്ല. ആയിരക്കണക്കിന് സംഭവങ്ങളാണ് ഇതുപോലെ ഓരോ ദിവസവും നടക്കുന്നത്. ഇത്രയും ചതിയും വഞ്ചനയും കൊണ്ട് ക്രിസ്ത്യൻ നാടാർമാര് ഹിന്ദു നാടാർമാരിൽ 2 ലക്ഷത്തിൽ താഴെയുള്ള ക്രിസ്ത്യൻ നാടാർമാര് 4 ലക്ഷത്തിൽ കൂടുതൽ ഉള്ള ഹിന്ദു നാടാർമാരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഇതേപോലെ തന്നെ മതം മാറ്റുന്ന വിവരണങ്ങൾ മുഴുവനും ഇന്നലെ കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എത്ര പേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അവിടെ എല്ലാം ക്ലാസ് എടുക്കാൻ വരാൻ ഞാൻ തയ്യാറാണ്. ഇവിടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കണം. ഇപ്പം ഈ അമ്പലക്കാർക്ക് വളരെ വലിയ സന്തോഷം തോന്നി എന്നവർക്ക്. ഇപ്പോൾ നല്ല ആത്മാഭിമാന ബോധമുള്ള നാടാർമാരുണ്ട്. നമ്മൾ ഈ കാട്ടാക്കടയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ ചില ക്രിസ്ത്യൻ നാടാർമാർ എന്നെ ഫോൺ വിളിച്ച് പറയും, സാറ് ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ വല്ലതും പറഞ്ഞാൽ ഈ നാടാർമാര് മരിക്കാനും അല്ലെങ്കിൽ തല്ലാനും ഒന്നും ഭയം ഇല്ലാത്തവരാണ്,
അവരെന്തും ചെയ്യുമെന്ന് പറയും. അപ്പൊ എനിക്കറിയാം ഇത്രയും ഭീരുക്കള് ആയിട്ടുള്ളവരാണ് ഈ ഫോണിലൂടെ വിളിച്ചു പറയുന്നത്. നമ്മള് കാട്ടാക്കടയിലും അവിടെ ഇവിടെയൊക്കെ ഇവരുടെ പരിപാടിക്ക്, നാടാർമാരുടെ പരിപാടിക്ക് പോകും. RSSകാരും അവിടെ പരിപാടിക്ക് വരാറുണ്ട്. ചില സ്ഥലത്ത് RSSകാരാണ് പരിപാടി നടത്തുന്നത്, ചില സ്ഥലത്ത് വിശ്വഹിന്ദു പരിഷത്തുകാരാണ്, ചില സ്ഥലത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരാണ്. അപ്പൊ ഇന്നലെ പോയത് തനി നാടാർമാർ തന്നെയാണ് അത് ചെയ്യുന്നത്. അവിടെ ചെന്ന് നമ്മൾ പച്ചയ്ക്ക് ബൈബിളിലുള്ളതൊക്കെ വിളിച്ചു പറയും, പച്ചയ്ക്ക് വിളിച്ചു പറയും. കന്യാമറിയത്തിനെ തന്നെ ദൈവം ഗർഭം ഉണ്ടാക്കാൻ ക്ഷണിച്ചത് കന്യാമറിയത്തിന്റെ ഭർത്താവിന് കഴിവില്ലാത്തതുകൊണ്ടാണ്, ജോസഫിന് കഴിവില്ലാത്തതുകൊണ്ടാണ് ഒരു വളരെ പാവപ്പെട്ട ഒരു പെണ്ണിലെ ദൈവം ഗർഭം ഉണ്ടാക്കിയത്. ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ ഈ ഹിന്ദു നാടാർമാർക്ക് എന്തൊരു സന്തോഷം അറിയോ, എന്ത് കയ്യടി അറിയോ. അത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം നമ്മൾ പറയുന്നതിന് കയ്യടിക്കുന്നു എന്നുള്ളതല്ല, അവരുടെ മനസ്സിലുള്ള വികാരം പുറത്തേക്ക് വരുന്നത് നമ്മൾ ഇതൊക്കെ വിളിച്ചു പറയുമ്പോഴാണ്. ഇത് വിളിച്ചു പറയുന്നത് ഒരു മതത്തെ അവഹേളിക്കാൻ അല്ല എന്നും പറയാറുണ്ട്. ഇങ്ങനെയുള്ള തനി കൊള്ളരുതായ്മ നടക്കുന്ന, യേശുവിനെ ആണിയടിച്ചു കൊന്ന കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന, യേശുവിൻ്റെ ചോര കുടിക്കുന്ന, യേശുവിൻ്റെ രക്തം വീഞ്ഞായിട്ട് കുടിക്കുന്ന, യേശുവിൻ്റെ ശരീരം ഗോതമ്പുണ്ടയായിട്ട് തിന്നുന്ന ഒരു പ്രാകൃത സംസ്കാരം നല്ല നാടാർമാരുടെ ഇടയിൽ ഇഞ്ചക്ട് ചെയ്ത് ആ കുരിശിനെയും കഴുത്തിലിട്ടുകൊണ്ട് സ്വർണ്ണക്കുരിശാക്കി മാറ്റി നടക്കുന്ന, മഹാത്മാഗാന്ധിയെ കൊന്ന ആ തോക്ക് പൂജിക്കുന്ന മാതിരി വികൃതമായിട്ടുള്ള ആചാരങ്ങൾ നടത്തുന്നതിലേക്ക് നിങ്ങൾ പോകരുത്, തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ആ നാടാർമാരുടെ സന്തോഷം ഒന്ന് കാണണം. ഞാൻ എല്ലാ നാടാർമാരോടും പറയുന്നു, നിങ്ങൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനൊക്കെ ഇപ്പോൾ 2 നാടാർമാരെയും ഒരുമിച്ച് ചേർത്ത് MLA ഒക്കെ ആവാൻ ശ്രമിക്കുന്ന ആളാണ്. പരിണത ഫലം ഹിന്ദു നാടാർമാർ കൂടി ക്രിസ്ത്യൻ നാടാർമാരാവുന്ന അവസ്ഥയാണ്. അദ്ദേഹം ഒരു RSSകാരനായിരുന്നു, ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആള്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ പോകുന്നു. വളരെ സിമ്പിൾ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നിരുന്നാലും ഇത് പറയാൻ കാരണം, നമ്മളുടെ കൂടെ ഉള്ളവരെ മതം മാറ്റാൻ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളിലെ ചിലത് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണെങ്കിൽ അത് പ്രയോജനപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. പ്രണാമം, നമസ്കാരം.